പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളതാണ്. വാട്ട് ഈസ് മെൻ ബൈ മോഷൻ? If an object changes its position with respect to its surroundings, then it is said to be in motion. ഒരു വസ്തു അതിന് ചുറ്റുപാടുമുള്ള ആ പരിസരത്തെ അപേക്ഷിച്ച് തുടർച്ചയായിട്ട് അതിൻ്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അത് ചലിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഈ ബോർഡ് കാണാം, അത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മളെ അപേക്ഷിച്ച് ബോർഡ് പിന്നോട്ട് പോകുന്നതായിട്ട് തോന്നും. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറകിലുള്ള മരങ്ങളും മറ്റു കെട്ടിടങ്ങളും ഭൂമിയുടെ ഓരോ ഭാഗവും നമ്മളെ അപേക്ഷിച്ച് ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നും. അതേ സമയത്ത് അവിടെ നിൽക്കുന്ന ഒരു നിരീക്ഷകനെ സംബന്ധിച്ച് തുടർച്ചയായിട്ട് നമ്മുടെ സ്ഥാനം, അതായത് ബസ്സിൻ്റെ സ്ഥാനം തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് ചലനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റും? An object is said to be in motion if it changes its position with respect to its surroundings. ആ സറൗണ്ടിങ്സ് എന്ന് പറയുമ്പോൾ അതിന് നിശ്ചിതമായിട്ടുള്ള ഒരു നിർവചനം വരുന്നില്ല. അതുകൊണ്ട് അതൊന്നുകൂടി നന്നായിട്ട് അവതരിപ്പിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അതായത് ഒരു വസ്തുവിൻ്റെ ചലനത്തെ അല്ലെങ്കിൽ ഒരു കണത്തിൻ്റെ ചലനത്തെ നിർവചിക്കാനായിട്ട് നമ്മൾ ഒരു പോയിന്റ് ഒറിജിനായിട്ട് എടുക്കുന്നു, റഫറൻസ് പോയിന്റ് എടുക്കുന്നു. ആ റഫറൻസ് പോയിന്റ് എന്ന് പറയുന്ന പേരാണ് ഒറിജിൻ. ആ റഫറൻസ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് ആ റഫറൻസ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആകുന്ന രീതിയിൽ കോർഡിനേറ്റ് ആക്സസ് ഫിക്സ് ചെയ്യുന്നു. എക്സ്, വൈ, ഇസഡ് ആക്സിസ്. ആ മൂന്ന് ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് ഒ എന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒറിജിനായിട്ട് എടുക്കുന്നത്. അതൊരു റഫറൻസ് പോയിന്റാണ്. ഈ റഫറൻസ് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ഒരു ഓബ്ജക്റ്റിന്റെ സ്ഥാനം പറയാൻ പറ്റും. സോ വി ക്യാൻ ഡിസ്ക്രൈബ് ദ മോഷൻ ഓഫ് എൻ ഓബ്ജക്റ്റ് ബൈ കൺസിഡറിങ് എ റഫറൻസ് പോയിന്റ് ആൻഡ് 3 കോർഡിനേറ്റ് സിസ്റ്റം ഹാവിംഗ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആസ് ദ റഫറൻസ് പോയിന്റ്. ആൻഡ് ഓൾസോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ടൈം, a clock is also attached to the frame of reference. So what is meant by frame of reference? Frame of reference means a set of coordinate system and a clock attached with the system. ആ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്ലോക്കും ഒരു സെറ്റ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റവും നമുക്കൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് പറയാൻ പറ്റും. Now we describe the motion of an object with respect to this frame of reference. Here we see a car moving along a road. Its distance from a fixed point, say the T point at the foot of the tree. This may be taken as the origin. Now, with respect to this origin, the car moves. That means the position of the car changes with respect to its surroundings. Now the car is said to be in motion. So an object is said to be in motion if it changes its position with respect to its surroundings. In order to describe the motion of an object, we consider a system of coordinate axes and also a clock in addition to this coordinate axis. A system of coordinate axes together with a clock constitute a frame of reference. In symbol, a frame of reference may be called a place from which the motion of an object is observed. ഒരു ഓബ്ജക്റ്റ് ചലനം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് പ്ലേസിൽ നിന്നാണോ നിരീക്ഷിക്കുന്നത് ആ പ്ലേസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് പറയാം. അത് ഒന്നുകൂടി ഡെഫിനറ്റ് ആയിട്ട് മാത്തമാറ്റിക്കലി പറയുമ്പോഴാണ് നമ്മൾ സിസ്റ്റം ഓഫ് കോർഡിനേറ്റ് ആക്സസും അതുപോലെ ടൈം കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലോക്കും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് എന്ന് പറയുന്നത്. ഓക്കെ. Now, there are different types of motion. One is one-dimensional motion, and the second is a two-dimensional motion, and the third is a three-dimensional motion. In general, there are 3 types of motions: one-dimensional motion, two-dimensional motion, and a three-dimensional motion. In one-dimensional motion, only one dimension changes with the time, and also the motion of an object moving along a straight line can be considered as one-dimensional motion, and
it can be described only using one coordinate. So what is one-dimensional motion? The motion of an object or a particle is said to be one-dimensional if it moves along a straight line. Then its position can be specified by means of a single coordinate, say x coordinate. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്ത് മൂവ് ചെയ്യുന്ന ഓബ്ജക്റ്റ് വൺ ഡയമെൻഷൻ മോഷനാണെന്ന് പറയും. അതിൻ്റെ മോഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് ഒരേ ഒരു കോർഡിനേറ്റ് മാത്രമേ ആവശ്യമുള്ളൂ, ഒന്നിലധികം കോർഡിനേറ്റ്സിൻ്റെ ആവശ്യമില്ല. സോ ഇഫ് ദ നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ഈസ് ഓൺലി വൺ, ദെൻ ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഓർ ഓബ്ജക്റ്റ് ഈസ് ടു ബി വൺ ഡയമെൻഷണൽ. As an example, motion along a straight line, or a car moving along a straight road, a train moving along a straight track, etc. are examples for one-dimensional motion. Or when we draw a straight line, the tip of the pen moves along a straight line and its motion is one-dimensional. When we draw a straight line using a pen and scale, the tip of the pen moves along the straight line and its motion is one-dimensional. ഈ വൺ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ only one coordinate changes with respect to time. നമ്മൾ അത് കഴിഞ്ഞിട്ട് ടു ഡയമെൻഷൻ മോഷനിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻ ടു ഡയമെൻഷൻ മോഷൻ an object moves along a plane. If an object moves along a plane, then it is said to be in two-dimensional motion. Two coordinates are required for representing the position of the object in two-dimensional motion. They are x coordinate and y coordinate. Here the point P or the particle P is in two-dimensional motion. It moves along the plane of the board. Its position can be specified by means of two coordinates x and y. So if only two coordinates are required to specify or describe the motion of an object, then it is said to be in two-dimensional motion. ഇനി ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാവുന്നത്, ഈ ടു ഡയമെൻഷണൽ ആയിട്ടുള്ള പ്ലെയിനിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ദ മോഷൻ ഓഫ് ദ ടിപ്പ് ഓഫ് ദ പെൻ എന്ന് പറയുന്നത് ടു ഡയമെൻഷൻ അല്ലേ എന്നൊരു സംശയം വരും. എന്തുകൊണ്ടാണ്? എക്സും വൈയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എക്സും വൈയും അതേ സമയത്ത് ഈ ഇതിൻ്റെ ടിപ്പ് മൂവ് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ആ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഒറ്റ ഒരു ഡയമെൻഷനെ ആവശ്യമുള്ളൂ, ഒറ്റ ഒരു കോർഡിനേറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ആ മൂവ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിനെ പാരലായിട്ട് ഒരു ലൈൻ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ നമ്മൾ റെഫറൻസ് പോയിന്റ് O എന്ന് പറയുന്നത് എടുത്തിട്ട് അതിൻ്റെ പൊസിഷൻ പറയുകയാണെങ്കിൽ, അതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ, എക്സ് എന്ന ഡിസ്റ്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് വൺ ഡയമെൻഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു വൺ ഡയമെൻഷൻ മോഷനിൽ ചിലപ്പോൾ രണ്ടോ അതിലധികമോ കോർഡിനേറ്റ്സ് മൂവ് ചെയ്യുന്നതായിട്ട് വരാം. പക്ഷെ അത് ആ ഫ്രെയിം ഓഫ് റെഫറൻസ് സ്ഥാനത്തെ അപേക്ഷിച്ചാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ മിനിമം എത്ര കോർഡിനേറ്റ്സ് മതിയാകും? ഒറ്റൊരു കോർഡിനേറ്റ് മതിയാകും. സോ ഇഫ് ഓൺലി വൺ കോർഡിനേറ്റ് ഈസ് റിക്വയർഡ് ഫോർ describe the motion of an object, then it is said to be in one-dimensional motion. It will be motion along a straight line. Okay. In two-dimensional motion, the object moves along a plane and we require two coordinates to specify the position of the object. In three-dimensional motion, what's an example for two-dimensional motion? If a boat moves on a lake, then the motion of the boat may be called two-dimensional. If the size of the lake is not comparable with the radius of the earth, then the motion of the boat will be two-dimensional motion. Only two coordinates are required to specify the position of the object in two-dimensional motion. Now, if an object moves in space, as an example, when a bird flies in space, we can represent the position using three coordinates. Suppose this is the x-axis and this is the y-axis, and this is the z-axis. Then a bird flies like this. Then the distance of the bird, the position of the bird can be represented by using three coordinates. The distance from this plane, that means the z-y plane. It is called the x coordinate. Then the distance from the x
z plane. It is called the y coordinate. Then the distance from the xy plane is called the z coordinate. So three coordinates, that means x, y and z are required to specify the position of the object in space. If an object moves in space, then it is said to be three-dimensional motion. Then three coordinates are required to specify the position of the object in three-dimensional motion. Here also there may be confusion. When we throw an object into air, say a stone projected into air, then we may confuse that the motion of the object may be called the three-dimensional motion, but actually it is two-dimensional motion. Why? ഇത് ഇവിടുന്ന് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഒരു കല്ലെടുത്ത് ഇങ്ങനെ എറിയുകയാണെങ്കിൽ മൂന്ന് കോർഡിനേറ്റും ചേഞ്ച് ചെയ്യും. ആസ് ദ ഓബ്ജെക്ട് മൂവ്സ്, the distance of the object from all the three axes changes, and therefore the position of the object is specified by x, y and z. So the motion of the object, that means motion of an object thrown into air, may be thought as three-dimensional motion, but actually it is two-dimensional. Why? The minimum number of coordinates required here will be two coordinates. If we take the reference frame as a plane containing the path of the projectile, ആ മൂവ് ചെയ്യുന്ന പ്രൊജക്ടൈലിന്റെ പാത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്ലെയിൻ, ഇങ്ങനെ ഒരു പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ ആ പ്ലെയിനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എക്സും വൈയും രണ്ട് കോർഡിനേറ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് റിക്വയർഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. അതുകൊണ്ട് മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് 3 ഡയമെൻഷൻ അല്ല, 2 ഡയമെൻഷനാണ്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതായത് നമുക്ക് 1 ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് മാത്രം മതി, മിനിമം നമ്പറാണിത്. 2 ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 കോർഡിനേറ്റ് മാത്രം മതി, അതും മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് ആണ്. അതുപോലെ 3 ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 കോർഡിനേറ്റ്സ് മാത്രമുള്ളത് മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് ആണ്. അതിൽ 1 ഡയമെൻഷൻ പോർഷൻ തന്നെ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന റെഫറൻസ് ഫ്രെയിം അനുസരിച്ച് ചിലപ്പോൾ വേരിയബിൾസ് ആയിട്ട് എക്സും വൈയും ഇസഡും ഒക്കെ വേരി ചെയ്യുന്ന വരും. പക്ഷേ മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് റിക്വയർഡ് എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു മോഷൻ എന്ന് പറയുന്നത് 1 ഡയമെൻഷൻ ആണോ 2 ഡയമെൻഷൻ ആണോ 3 ഡയമെൻഷൻ ആണോ എന്ന് നിശ്ചയിക്കുന്നത്. ഓക്കെ, an object is said to be point object or point like object or called a particle if the distance traveled by the particle is very large compared to the size of the object, or if the size of the object is very small compared to the distance traveled by it. It is relative. For example, we may think that a train is very long, but if we consider that the train travels a very long distance, thousands of kilometers or hundreds of kilometers, then compared to the distance traveled, the train also may be considered to be point-like or point object. And also in the case of even Earth revolving around the sun, the Earth may be considered as a point object. That means if the distance traveled by an object is very large compared to the size of the object, ഒരു ഓബ്ജക്റ്റിന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിൽ, ഓർ ഇഫ് ദ സൈസ് ഓഫ് ദ ഓബ്ജക്റ്റ് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ്, ദെൻ ഇറ്റ് ഇസ് കോൾഡ് എ പോയിന്റ് ഓബ്ജക്റ്റ് ഓർ എ പോയിന്റ് ലൈക്ക് ഓബ്ജക്റ്റ് ഓർ സിംപ്ലി എ പാർട്ടിക്കിൾ. അപ്പോൾ എന്താണ് ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ? പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് നമ്മൾ പരിഗണിക്കുന്നില്ല, ഒരു പോയിന്റ് കൊണ്ട് നമുക്ക് അതിൻ്റെ സ്ഥാനം റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളതാണ് പാർട്ടിക്കിൾ. സോ if the size of an object is very small or negligible compared to the distance traveled by the object, then it is said to be a particle or a point like object or point object. Okay, ഈ പിക്ചർ നോക്കുക. in order to describe the motion of an object along a straight line, we consider some point on the straight line as the origin and is represented by the number 0. Then all the points towards right are taken as positive and all the points towards left
are taken as negative number of points. If the coordinates of all the points towards right will be positive and the coordinates of all the points towards left will be negative. So, in order to describe the position of an object, we consider a straight line and a point on the straight line as a reference point called the origin. Then all the distances or all the displacements measured towards right are given positive sign and all the displacements measured towards left are given negative sign. In this case, we consider some point of time as t is equal to 0 and the events occurring after this time are taken to have positive values and the events occurring before this time are taken to have negative values of time. The unit of time used can be second, minute, hour, etc. This is a one-dimensional coordinate system. Only one coordinate is used to specify the distance of the object. Here, the distance of an object at time t is given by x of t. This is the distance, clearly stating it is a displacement with respect to the origin. The displacement with respect to the origin of an object in one-dimensional motion is represented by x of t at time t. Here, the displacement at time t1 is given by xt1 equals 5 units. Here we have not specified the unit, therefore this can be taken to be 5 units. Then the displacement of the object with respect to the origin at time t2 is xt2 equals minus 3 units. Minus 3 units. So all the displacement towards right are taken to be positive and towards left are taken to be negative. Okay. Now, what are scalar and vector quantities? Scalar quantities are those which have only magnitude. Scalar quantities are those quantities which have only magnitude. They can be fully represented by a number and unit. Example, time, distance travelled, mass, density, etc. Vector quantities are those which can only be specified by means of magnitude and direction. Vector quantities have both the magnitude and direction, so they can be fully represented by a number, unit and a direction. Example, displacement, velocity, acceleration, force, momentum, etc. So what are scalar quantities? Scalar quantities are those physical quantities which have only magnitude and they can be fully represented by a number and unit. Example, mass, density, distance travelled, etc. But vector quantities are those quantities which have both the magnitude and direction, so they can be fully represented by a number, unit and direction. Examples are displacement, then velocity, acceleration, force, momentum, etc. Now let us define distance. Distance means the length of the path traversed by the particle. Distance is the path length of the particle. It is a scalar quantity. It is measured in the unit meter. Speed is the rate at which the path is described, or the rate of change of distance is called speed. Distance divided by time is called speed. Speed is a scalar quantity. Distance and speed are scalar quantities. Distance has the unit meter while speed has the unit meter per second in the SI
system, speed can never be negative. Speed can take the value positive and 0. Distance can take the values 0 and positive. It can never take the value negative. Distance cannot take negative values and speed cannot take negative values. Speed can be 0 or positive. Distance can be 0 or positive. Okay. Now, the displacement of particle in the noga. Displacement of a particle is a change of position from a point to another point. Displacement of a particle is the change of position in a particular direction. In one-dimensional motion, let us find the displacement of an object when it travels along this straight line. If it travels from the point O, the origin, to the point A at a distance 2 meters from the origin, then we can find the displacement as the change of position. Let it be denoted by delta x. Delta x is a displacement, that means the change in the value of x, and it is given by the final position coordinate x2 or x of t2 minus the initial position coordinate x1 or x of t1. xt2 or xt1 എന്നും ഡിനോട്ട് ചെയ്യാൻ പറ്റും നമുക്കിത് ആ രീതിയിൽ മാറുമ്പോൾ, അതായത് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് O to A ആണ്. O to A ആയിട്ട് ഉള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുമ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഈക്വൽസ് ഫൈനൽ പൊസിഷൻ കോർഡിനേറ്റ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 2 minus the initial position coordinate, that means 0. So it is equal to plus 2 meter. Here plus 2 meter is the displacement of the object when it moves from O to A. What is the path length? The distance traveled by the particle will also be equal to 2 meter from O to A. So path length, here path length will be 2. O in the length മാത്രമായിരിക്കും, so it will be 2 meter. Path length is 2 meter and displacement is 2 meter. Here displacement is 2 meter towards right എന്നുകൂടി പറഞ്ഞാലേ ശരിയാവുള്ളൂ. കാരണം എന്താണ്, അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഇറ്റ് ഹാസ് ഡയറക്ഷൻ. സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഹിയർ 2 meter towards right ഫ്രം O to A എന്ന് പറയേണ്ടി വരും. ബട്ട് path length is simply 2 meter. It has magnitude only. Now, if the object travels from B to A, let us consider that the object travels from B to A. If it travels from B to A, then the displacement is given by delta x equals x2 minus x1. Then A is the final point, so x2 means 2 minus x1, the initial point, that means 5. So 2 minus 5 equals minus 3 meter. Here the displacement when the object moves from B to A is minus 3 meter. What is the path length here? Path length is the length BA or AB. Length AB and path length. So path length is simply BA or AB എന്ന് പറയാൻ പറ്റും. അതായിരിക്കും 5 minus 2 equals 3 meter. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആണ്, പക്ഷെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. ഈ രണ്ട് കേസിലും രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് വരുന്നു. ദാറ്റ് മീൻസ് പാത്ത് ലെങ്ത് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഇതിന്റെ മോഡൽസ് എടുത്ത് കഴിഞ്ഞാൽ 3 തന്നെ കിട്ടുക. ഇനി O to A ആയിട്ട് ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, ദെൻ A to O ആയിട്ട് അത് തിരിച്ചു മൂവ് ചെയ്യുന്നു. O to A ആയിട്ട് പോകുന്നു, then A to O ആയിട്ട് വരുന്നു. Then what will be the displacement? Here the object returns to the initial point. So the initial point and the final point are the same. That means x2 and x1 are the same here. So it will be, displacement will be 0. But the path length will be, what will be the path length here? Path length നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? It is the length of the path. That means O to A and then A to O രണ്ടും അതിന്റെ അളവ് മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ. സോ
2 plus 2 equals 4 meter. Here we see that the path length is more than the displacement. Magnitude of displacement കൂടുതലായിരിക്കും path length. And also path length can be 0 if it is at rest at O and it doesn't move. മൂവ് ചെയ്തിട്ട് ഓയിൽ തന്നെ ആയിരിക്കുന്ന ടൈം പാസിങ് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ പാത്ത് ലെങ്ത് 0 ആയിരിക്കും. അതല്ല മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും പാത്ത് ലെങ്ത് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ഈ കേസിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കൂടുതലാണ്. ഇവിടെ രണ്ടും സെയിം ആയിട്ട് വരുന്നു. ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡ് 0 ആണ്, ഇവിടെ കൂടുതലാണ്. അതിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ട്രാവലും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ പറ്റും. The magnitude of displacement will always be less than or equal to the path length. അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് കിട്ടി. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് divided by path length or distance എന്ന് പറയുന്നത് will be less than or equal to 1. Displacement by path length less than or equal to 1 ആണ്. എന്തുകൊണ്ടാണ്? Path length will always be greater than or equal to the magnitude of displacement. ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് പാത്ത് ലെങ്തിനെ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവലിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിസ്റ്റൻസ് ട്രാവൽഡ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. സ്ട്രൈറ്റ് ലൈൻ പാത്തിൽ ഒരേ ഡയറക്ഷൻ പോവുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഡിസ്പ്ലേസ്മെന്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? പാത്ത് ലെങ്തിന് ഈക്വൽ ആയിരിക്കും. സ്ട്രൈറ്റ് ലൈൻ പാത്തിൽ ഒരേ ഡയറക്ഷൻ പോവുകയാണെങ്കിൽ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? പാത്ത് ലെങ്ത് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്ന കേസ് ഒരുമിച്ച് പരിഗണിക്കുകയാണെങ്കിൽ പാത്ത് ലെങ്ത് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ ഡിസ്പ്ലേസ്മെന്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അതാണ് നമ്മൾ ഇങ്ങനെ ഒരു റിലേഷൻ കണ്ടെത്തിയത്. മോഡുലസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ പാത്ത് ലെങ്ത് ഓർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ. ഇനി നമുക്ക് ചില ടേംസ് പരിചയപ്പെടാം. ആവറേജ് സ്പീഡ്, ഇൻസ്റ്റന്റാനിയസ് സ്പീഡ് ആൻഡ് യൂണിഫോം സ്പീഡ്. ആവറേജ് സ്പീഡ് ഇസ് ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ദ ടോട്ടൽ ടൈം ടേക്കൺ. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ദ ടോട്ടൽ ടൈം ടേക്കൺ. ആൻഡ് ഇൻസ്റ്റന്റാനിയസ് സ്പീഡ് മീൻസ് it is the speed at any instant. The speed of a particle at any instant is called its instantaneous speed. Uniform speed means if a body or a particle travels equal distances in equal intervals of time, however small these intervals may be, then it is said to move with uniform speed. As an example, if an object moves along a circle and travels equal distances in equal intervals of time, then it is said to move with uniform speed. So a particle or a body or an object is said to move with uniform speed if it travels equal distances in equal intervals of time, however small these intervals may be. നമ്മൾ പരിഗണിക്കുന്ന ഇന്റർവൽ എത്ര ചെറുതാണെങ്കിലും ആ ചെറിയ ഈക്വൽ ഇന്റർവൽസിലും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസുകൾ എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് എന്ത് പറയുന്നത്? അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് യൂണിഫോം സ്പീഡാണെന്ന് പറയുന്നത്. സോ എ ബോഡി ഓർ എ പാർട്ടിക്കിൾ ഇസ് സെറ്റ് ടു ട്രാവൽ വിത്ത് യൂണിഫോം സ്പീഡ് if it covers or travels equal distances in equal intervals of time, however small these intervals may be. So we have defined these things. Average speed means it is the ratio of the total distance travelled to the total time taken. Instantaneous speed means the speed of an object at any instant of time. And uniform speed means the constant speed of an object which travels equal distances in equal intervals of time, however small these time intervals may be. Okay. നമുക്ക്
വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റാനിയസ് വെലോസിറ്റി എന്നിവ എന്തെന്ന് നോക്കാം. We know that velocity is the rate of displacement with time. Velocity is the rate of displacement with time. It is given by the ratio of displacement to the time taken. That means velocity equals displacement divided by time. Velocity is the ratio of displacement to the time taken. It has the unit meter per second. It has the unit meter per second and dimension LT raised to -1. It is a vector quantity. Velocity is a vector quantity. It has both the magnitude and the direction. Now we define the term average velocity. Average velocity is the ratio of the total displacement to the total time. What is average velocity? It is the ratio of the total displacement of the particle to the total time taken. Now we consider a particle traveling from the position xt1 to the position xt2 in an interval from t1 to t2. In that case, we can find the average velocity as the ratio of the total displacement, that means the final position coordinate minus the initial position coordinate. This is the total displacement and the total time taken is t2 minus t1. It is equal to the change of position coordinate is the displacement delta x and the change of time is the interval delta t. So delta x by delta t is the average velocity during the interval delta t. We can find the value of the average velocity in this case as what is the average velocity here? The final position coordinate xt2 is 40, then minus that at the instant t1 equals 10 second is 20. So 40 minus 20 divided by 20 minus 10. That means this is 20 by 10. 20 by 10 or 2 meter per second. This is the average velocity during the interval delta t. Now let us define the instantaneous velocity. Velocity of a particle at any instant of its motion is called instantaneous velocity. It can be defined as the limiting value of this average velocity as the time delta t tends to 0. Or the instantaneous velocity v is given by limit delta t tends to 0 of the ratio delta x by delta t. This is the derivative of x with respect to time or differential coefficient of x with respect to time dx by dt. It is the instantaneous rate of change of x with respect to time and is called the instantaneous velocity of the particle. ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ടി എന്ന ഇൻസ്റ്റന്റ് തന്നെ വെലോസിറ്റി ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ഡയഗ്രം നോക്കാൻ പറ്റും. At that instant t, the object is at the point A. The particle is at the point A having a displacement x from the origin. X എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ് ആണ്. Then as time changes from t to t plus delta t, the position coordinate increases from x to x plus delta x. So this is the displacement during the interval delta t. So this ratio delta x by delta t will be the average velocity during the interval delta t. But as delta t tends to 0, then delta x also tends to 0, but the ratio delta x by delta t tends to a limit. The ratio delta x by delta t എന്ന് പറയുന്നത് ഒരു ലിമിറ്റിംഗ് വാല്യൂവിനെ സമീപിക്കും. അത് കാൽക്കുലസിന്റെ ഭാഷയിൽ ആ ലിമിറ്റിംഗ് വാല്യൂ ആണ് ഇത് dx by dt. ഇവിടെ അതിന്റെ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ as delta t tends to 0, what happens? The point D will be very close to A, or the object or the particle is near A. എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എയ്ക്കും എയോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു പോയിന്റിനും ഇടയ്ക്കുള്ള ആവറേജ് വെലോസിറ്റി ആയിട്ട് മാറുന്നത് കൊണ്ട്
In this limiting case, this average velocity becomes the velocity at the point A itself or at the instant t itself. And that's why it's called a instantaneous velocity. Okay. Now let us try to understand these terms are uniform velocity, variable velocity and uniform motion. A particle is said to move with uniform velocity if it covers equal displacements in equal intervals of time, however small these intervals may be. അതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരു പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ ട്രാവൽ ചെയ്യണം, എത്ര ചെറുതാണെങ്കിലും ശരി ഈക്വൽ ആയിട്ടുള്ള ഇൻ്റർവൽസ് എടുക്കുകയാണെങ്കിൽ ആ ചെറിയ ഇൻ്റർവൽസിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും വേണം, അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനായി ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്പ്ലേസ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും വേണം. സോ particle is said to be moving with uniform velocity if it covers equal displacements in equal intervals of time, however small these intervals may be. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, 5 സെക്കൻഡിൽ 10 മീറ്റർ, അടുത്ത 5 സെക്കൻഡിൽ വീണ്ടും അടുത്ത 10 മീറ്റർ, വീണ്ടും അടുത്ത 5 സെക്കൻഡിൽ വീണ്ടും 10 മീറ്റർ, അങ്ങനെ 5 സെക്കൻഡ് എന്ന് പറയുന്ന ഈക്വൽ ഇൻഡോഴ്സിൽ ഈ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. എന്താണ്? 10 മീറ്റർ വെച്ചാണ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഈ 5 സെക്കൻഡ് പകരം ഓരോ സെക്കൻഡ് എടുത്താലും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം, അതേ ഡയറക്ഷൻ തന്നെ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് സെയിം ആയിരിക്കണം. അതിലും ചെറിയ ഇൻ്റർവെല്ലിൽ 0.01 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഈക്വൽ ഇൻ്റർവൽസിൽ ഇതിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സും സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരേ ഡയറക്ഷൻ ഒരേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം എന്നർത്ഥം. അതുപോലെ തന്നെ ആ ഇൻ്റർവെല്ല് ഈക്വൽ ഇൻ്റർവൽസ് എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണെങ്കിലും ശരി 0.000 കോടിക്കണക്കിന് സീറോസ് ഇട്ടിട്ട് 1 എന്ന് പറയുന്ന അത്രയും സെക്കൻഡ് ആകുന്ന ഈക്വൽ ഇൻ്റർവൽസ് എടുത്താലും ശരി അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഒരേ ഡയറക്ഷൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം, അഥവാ അതിന് സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആ എല്ലാ ഈക്വൽ ഇൻ്റർവൽസിലും സെയിം ആയിരിക്കണം. അതാണ് ഡെഫിനിഷൻ അങ്ങനെ പറയുന്നത്. Particle is said to be moving with a uniform velocity if it covers equal displacements in equal intervals of time, however small these intervals may be. Now, what is meant by variable velocity? A particle is said to be moving with a variable velocity if either the magnitude of its velocity or direction of the velocity or both change with the time. A particle is said to be moving with a variable velocity if either its magnitude or its direction or both magnitude and direction change with the time. Now, what is meant by uniform motion? If a particle moves with uniform velocity, then it is said to be in uniform motion because it travels in a straight line in the same direction and covers equal distances in equal intervals of time, however small these intervals may be. So we have defined 3 things: what is meant by uniform velocity, what is variable velocity, and what is uniform motion. A particle is said to be moving with uniform velocity if it covers equal displacements in equal intervals of time, however small these intervals may be. And a particle is said to be moving with a variable velocity if either the magnitude of the velocity or direction of the velocity or both change with the time. A particle is said to be in uniform motion if it is moving with a constant velocity or if it covers equal displacements in equal intervals of time, however small these intervals may be. അപ്പോൾ യൂണിഫോം മോഷനിലായിരിക്കുന്ന പാർട്ടിക്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ട്രാവൽ ചെയ്യണം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ട്രാവൽ ചെയ്തിട്ട് ഈക്വൽ ഇൻ്റർവൽസിൽ ഈക്വൽ ഡിസ്റ്റൻസ് കൂടി ട്രാവൽ ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഈക്വൽ ഇൻ്റർവൽസിൽ സെയിം ആയിരിക്കണം, ആ ഇൻ്റർവൽസ് എത്ര ചെറുതായിരുന്നാലും. ഓക്കെ.